വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു അഫർമേഷൻ നിങ്ങൾ ചെയ്യൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ഒക്കെ നിങ്ങൾക്ക് സമ്പന്നനാകാൻ കഴിയുന്ന അതുല്യമായ, നമ്മളോട് തന്നെ നിരന്തരം പറയേണ്ട ഒരു അഫർമേഷനാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് വെറും കൈയോടെയാണ്. ഒരു ഉടുതുണി പോലും ഇല്ലാതെ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. നമ്മൾ തിരിച്ചു പോകാൻ പോകുന്നതും ആരെങ്കിലുമൊക്കെ പുതപ്പിച്ച തുണികളുമായിട്ടാണ്. എങ്കിൽ നമ്മളിവിടെ നമുക്കുണ്ടായ ബാധ്യതകളെയും കടത്തെയും പ്രതിയൊക്കെ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതാണോ നമ്മുടെ മുന്നിലുള്ള ഏക മാർഗം? നമസ്കാരം, ഞാൻ ലാലുമലയിൽ. ഇന്ന് സകല പ്രതിസന്ധികളുടെയും പ്രധാന മാനദണ്ഡമായി മാറിയിരിക്കുന്നത് പണമാണ്. എന്നെ വിളിക്കുന്ന ഒരുപാട് പേർ പറയുന്നത് കടക്കണി മൂലം വലയുകയാണ്, മരിച്ചു കളയാൻ തോന്നുന്നു, ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ്. പ്രിയപ്പെട്ടവർ, അങ്ങനെയുള്ളവരോട് ഞാൻ പറയട്ടെ, നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് വെറും കൈയോടെയാണ്. ഒരു ഉടുതുണി പോലും ഇല്ലാതെ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. എങ്കിൽ നമ്മളിവിടെ നമുക്കുണ്ടായ ബാധ്യതകളെയും കടത്തെയും പ്രതിയൊക്കെ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതാണോ നമ്മുടെ മുന്നിലുള്ള ഏക മാർഗം? അങ്ങനെ ജീവിതം അവസാനിപ്പിക്കുന്നവരൊക്കെ ബാക്കി വരുന്ന തലമുറയ്ക്ക് എന്താണ് മിച്ചം കൊടുക്കുക? അതുകൊണ്ട് ഇവിടെ തന്നെ നമുക്ക് സാധ്യതകളുണ്ട്. എഡിസന്റെ പരീക്ഷണശാല മുഴുവൻ, അദ്ദേഹത്തിന്റെ സമ്പാദ്യം മുഴുവൻ കത്തി നശിക്കുമ്പോഴും അദ്ദേഹം കൈകൊട്ടി ചിരിച്ചെന്ന് പറയുക. അപ്പൊ പറയും അദ്ദേഹത്തിന് ചിരിക്കാമെന്ന്. എന്ത് ചിരിക്കാൻ? അദ്ദേഹം ഉണ്ടാക്കിയെല്ലാം പോയി. ഭാര്യയും മക്കളും ഒക്കെ ഇദ്ദേഹത്തിന് വട്ടായി പോയെന്ന് കരുതുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഇത് ഇപ്പോഴേ ആസ്വദിക്കാൻ കഴിയൂ. ഈ രാസക്കൂട്ടുകളൊക്കെ കത്തിയാൻ വരുന്ന ഒരിക്കലും നമുക്ക് സ്വയം തീയിട്ടത് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പൊ ഇത് ആസ്വദിക്കൂ. ഞാൻ ഉണ്ടാക്കിയത് മുഴുവൻ നഷ്ടപ്പെട്ടാലും ഞാനില്ലേ ഇവിടെ. പ്രിയപ്പെട്ടവരെ, നമ്മളുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? വലിയ രീതിയിൽ വിജയിച്ച ഒരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ നശിച്ചു പോയാലും അദ്ദേഹം ജീവൻ ഒടുക്കണോ? സർട്ടിഫിക്കറ്റുകളാണോ പിന്നെ ആ ഡോക്ടർ? അദ്ദേഹത്തിൻ്റെ ഉള്ളിലല്ലേ പരിഹാരമാർഗങ്ങളും രോഗപ്രതിവിധികളും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലാണ് ഈ സ്വർഗരാജ്യം, നമ്മുടെ ഉള്ളിലാണ് എല്ലാം. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളിലുള്ളതാണുള്ളത്. എൻ്റെ ഉള്ളിലെ സമ്പന്നതയെ കാണാൻ കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് പുറത്തും സമ്പന്നത കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും വിഷ്വലൈസേഷൻ മെത്തേഡുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ചാൽ സംഭവിക്കുമെന്ന് പറയുന്നത്. മനസ്സുകൊണ്ട് നമ്മൾ സമ്പന്നനാകുക, മനസ്സുകൊണ്ട് ധനികനാകുക. മനസ്സിലാകാത്തതൊന്നും പുറത്ത് നമുക്ക് ആകാനാകില്ല. അതുകൊണ്ട് സമ്പത്തിനെ വെറുക്കുന്നതും സമ്പത്ത് പാപമാണ് എന്നൊക്കെ പറയുന്നത് നമ്മൾ വിട്ടുകളയുക. സമ്പത്താർജിക്കുക എന്നത് നമ്മുടെ ജന്മാവകാശമാണ്. ഒരു ധനവാനായിരിക്കുക എന്നത് നമ്മുടെ ജന്മാവകാശമാണെന്ന്. ഭൂമിയിൽ ദരിദ്രനായി മരിക്കാൻ വേണ്ടിയൊന്നുമല്ല നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ പദ്ധതികൾ വിഭാവനം ചെയ്യുക, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക, സദാ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടബാധ്യതകളൊക്കെ ഉണ്ടാവും. എവിടെയെങ്കിലും ഒളിച്ച് രക്ഷപ്പെടാമെന്നല്ല വിചാരിക്കേണ്ടത്. കൂടുതൽ പ്രയത്നിക്കാനും കൂടുതൽ ചിന്തിക്കാനും പുതിയ മാർഗങ്ങൾ കണ്ടെത്താനും അതിനുതകുന്ന കാര്യങ്ങളിലേക്ക് മനസ്സിനെ ചലിപ്പിക്കാനും കഴിഞ്ഞാൽ നമുക്ക് പരിവർത്തനം ഉണ്ടാകും. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മൾ സ്വയം ദിവസത്തിൽ ഒരു 3 തവണയെങ്കിലും, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ നിരന്തരം ആവർത്തിക്കാൻ കഴിയുന്ന ഒരു അഫർമേഷനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു അഫർമേഷൻ ഒരു 21 ദിവസമോ ഒരു 66 ദിവസമോ തുടർച്ചയായി ദിവസം 3 തവണ വീതം നിങ്ങൾ പറയുകയും ഈ വീഡിയോ കേട്ടുകൊണ്ട് ചെയ്യുകയും ചെയ്താൽ അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് ദർശിക്കാനാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ന് നിങ്ങൾ ബോധപൂർവം ചെയ്യുന്ന, കോൺഷ്യസ് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് നാളത്തെ നിങ്ങളെ വാർത്തെടുക്കാൻ പോകുന്നത്. അല്ലാതെ ഭൂതകാല ദുരിതങ്ങളും വരാൻ പോകുന്ന ആകുലതകളും കൊണ്ട് നശിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന ബോധ്യത്തോടു കൂടി നിങ്ങൾ ഈ മെഡിറ്റേഷൻ ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. ഞാൻ നടത്തുന്ന 21 ദിവസത്തെ ജീവിതം മാറ്റിമറിക്കുന്ന 1 മണിക്കൂർ ദൈർഘ്യമുള്ള പ്രഭാതത്തിൽ 5 മണി മുതൽ 6 മണി വരെ നടത്തുന്ന ഈ മെഡിറ്റേഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. സ്വസ്ഥമായി ഒരു സ്ഥാനത്ത് ക്ഷമയോടെ ആനന്ദത്തോടെ ഇരിക്കാം. കഴിയുമെങ്കിൽ ഒരു നേരമെങ്കിലും സ്ഥിരമായി ഒരു സ്ഥലത്ത് ഇരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. ഞാൻ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും അർഹിക്കുന്നു. ഞാൻ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും അർഹിക്കുന്നു. പരിധികളില്ലാത്ത പണം ഞാൻ ആകർഷിക്കുന്നു. പരിധികളില്ലാത്ത പണം ഞാൻ ആകർഷിക്കുന്നു. പരിധികളില്ലാത്ത പണം ഞാൻ ആകർഷിക്കുന്നു. പണം പ്രയാസമില്ലാതെ എളുപ്പത്തിൽ എനിക്കുണ്ടാക്കാൻ സാധിക്കുന്നു. പണം പ്രയാസമില്ലാതെ എളുപ്പത്തിൽ എനിക്കുണ്ടാക്കാൻ സാധിക്കുന്നു. പണം പ്രയാസമില്ലാതെ എളുപ്പത്തിൽ എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഞാൻ പണം ആകുന്ന ഊർജത്തെ ഇഷ്ടപ്പെടുന്നു.
ഞാൻ പണമാകുന്ന ഊർജത്തെ ഇഷ്ടപ്പെടുന്നു. ഞാൻ പണമാകുന്ന ഊർജത്തെ ഇഷ്ടപ്പെടുന്നു. പണം നന്മയാണ്. പണം നന്മയാണ്. പണം നന്മയാണ്. ഓരോ ദിവസവും പല വഴികളിലൂടെ പണം എന്നിലേക്ക് പ്രവഹിക്കുന്നു. ഓരോ ദിവസവും പല വഴികളിലൂടെ പണം എന്നിലേക്ക് പ്രവഹിക്കുന്നു. ഓരോ ദിവസവും പല വഴികളിലൂടെ പണം എന്നിലേക്ക് പ്രവഹിക്കുന്നു. പണം എൻ്റെ വേലക്കാരനാണ്. പണം എൻ്റെ വേലക്കാരനാണ്. പണം എൻ്റെ വേലക്കാരനാണ്. എൻ്റെ ആജ്ഞകൾ പണം പാലിക്കുന്നു. എൻ്റെ ആജ്ഞകൾ പണം പാലിക്കുന്നു. എൻ്റെ ആജ്ഞകൾ പണം പാലിക്കുന്നു. ഞാൻ പണത്തെ ആകർഷിക്കുന്ന അതിശക്തമായ കാന്തമാണ്. ഞാൻ പണത്തെ ആകർഷിക്കുന്ന അതിശക്തമായ കാന്തമാണ്. ഞാൻ പണത്തെ ആകർഷിക്കുന്ന അതിശക്തമായ കാന്തമാണ്. പണം എൻ്റെ ജീവിതത്തിലേക്ക് അനായാസമായി ധാരാളമായി ഒഴുകിയെത്തുന്നു. പണം എൻ്റെ ജീവിതത്തിലേക്ക് അനായാസമായി ധാരാളമായി ഒഴുകിയെത്തുന്നു. പണം എൻ്റെ ജീവിതത്തിലേക്ക് അനായാസമായി ധാരാളമായി ഒഴുകിയെത്തുന്നു. ഞാൻ പണത്തെ ബഹുമാനിക്കുന്നു. ഞാൻ പണത്തെ ആദരിക്കുന്നു. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. കാരണം ഈ പണത്തിലൂടെ, എന്നിലുണ്ടാകുന്ന സമൃദ്ധിയിലൂടെ ഞാൻ മറ്റുള്ളവരെയും സഹായിക്കും. ഞാൻ മറ്റുള്ളവർക്കും ധനാഗമ മാർഗമാകും. എനിക്ക് ഈ ശക്തി തന്ന പ്രപഞ്ച സൃഷ്ടാവേ നന്ദി, അനന്തകോടി നന്ദി. എനിക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നതിൽ ഞാൻ അങ്ങയോട് നന്ദിയുള്ളവനാണ്, നന്ദിയുള്ളവളാണ്. നന്ദി, നന്ദി, നന്ദി. പ്രിയമുള്ളവരെ, ഈയൊരു അഫർമേഷൻ നിങ്ങൾ കാണാതെ പഠിച്ച് എല്ലാ ദിവസവും ആവർത്തിക്കുക. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോഴുള്ള അവസ്ഥകളിൽ ഒരു പരിവർത്തനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ പ്രവർത്തിക്കേണ്ടത്, കൂടുതൽ പഠിക്കേണ്ടത്. അതിനായി ഞങ്ങൾ ഒരുക്കുന്ന 2 ദിവസത്തെ ഇൻറ്റൻസീവ് മെഡിറ്റേഷൻ കോഴ്സ് 2025 ജൂലൈ 12, 13 തീയതി സെക്കൻഡ് സാറ്റർഡേ സൺഡേകളിലായി നടത്തുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഈ ക്ലാസ്സിലൊക്കെ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കായി 21 ദിവസത്തെ മൊഡ്യൂളിലായി ഒരു പുസ്തകം തയ്യാർ ചെയ്തിട്ടുണ്ട്. മാറേണ്ടത് ഞാനോ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ പുസ്തകം വേണമെങ്കിലും ബന്ധപ്പെടുക. നന്ദി.